ചോദിച്ചാലും അല്ലാഹു അതിന് ഉത്തരം തരും. എന്ത് ചോദിച്ചാലും തരും. കാരണം ഫസ്റ്റ് കാണല്ലേ. അപ്പൊ എന്താ ചോദിക്കണം മക്കളെ? നമ്മളെ ഉംറൻ്റെ ക്ലാസ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് കാണുമ്പോൾ ഇങ്ങനെ വരികയാണ്. മമ്പുറത്ത് വെച്ചിട്ടാട്ടോ നമ്മളെ ക്ലാസ്. പിന്നെ കുറേ പോകണ്ട മമ്പുറത്തേക്ക്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണല്ലോ അല്ലേ. നമ്മളെ മമ്പുറത്തെ തങ്ങളെ ഒരു പള്ളി ഉണ്ടല്ലോ അവിടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മളെ ക്ലാസ് ഉണ്ടായിട്ട്. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? കമൂറാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നമ്മളെ ഉംറൻ്റെ ക്ലാസ്സിന് വന്നതാണ്. അപ്പോൾ ഉംറക്ക് പോകാൻ നിയത്ത് മനസ്സിൽ കരുതിയോലും ഇനി പോകാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് പോകാത്തവർക്ക് തരും ചെയ്യട്ടെ. ഓർക്ക് ഈ ഒരു ക്ലാസ് നല്ലൊരു ഉപകാരമാണ് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് ലെങ്ത്ത് നമ്മളെ വീഡിയോ ഉണ്ട്. ഇന്നാലും നിങ്ങളിത് മുഴുവൻ കേട്ടിരുന്ന് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി നിങ്ങളെ മനസ്സിക്ക് പോകാനുള്ളൊരു പൂതി വരും കേട്ടോ. والصلاة والسلام وعلى آله وصحبه الفائزين برضا ما بعد. എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഒരു അതാവാണ് അല്ലേ? അപ്പൊ അതിൽ പ്രയാസങ്ങളുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ യാത്ര എന്ന നമ്മുടെ യാത്ര ഇൻഷാ അല്ലാഹ് തന്നെയാണ്. 20-ാം തീയതിയാണ് നമ്മുടെ യാത്ര. അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് ബറാഅത്തിന്റെ രാവാണ്. അപ്പം എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് പ്രധാനമായി നമ്മൾ ഉംറക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വേഗം ക്ലാസ് 5 മണി 5:15 ക്ലാസ് ചെയ്യാം. നമുക്ക് അവസാനിക്കാറ് മാസം അപ്പൊ വേഗം ഒരു 5:15-5:30 ക്ലാസ് വേഗം അവസാനിപ്പിക്കും. നമ്മൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വെളിയാളം കേട്ടിട്ട് അല്ലേ? ആ വെളിയാളം കേട്ട ആളുകൾ മാത്രമേ പരിശുദ്ധമായ മക്കയിൽ എത്തുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ മക്കയും മദീനയും നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സുവർണാവസരം പറഞ്ഞാൽ ആരെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ മക്കയിലെത്തിയാൽ നോമ്പ് നോറ്റാൽ മക്കയിൽ പരിശുദ്ധമായ ഹറമിൽ തറാവീഹ് നിസ്കരിച്ചാൽ അവർക്ക് ഹജ്ജ് കൂലിയാണ്. ഹജ്ജിന്റെ കൂലിയാണ് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മൾ പരിശുദ്ധമായ മക്കയിൽ ഒരുമിച്ച് കൂടിയാണ്. ഇൻഷാ അല്ലാഹ് 5-6 ദിവസങ്ങൾ പരിശുദ്ധമായ മക്കയിൽ നമ്മൾ ഉണ്ടാവും. പിന്നെ മാസം കാണുന്നതിനനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ മാർച്ച് 1-ാം തീയതിക്കും അവിടെ ഇവിടത്തേക്കാൾ ദിവസം മുമ്പായിരിക്കും അവിടെ എന്താവാ റമദാൻ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ മക്കയിലേക്ക് നമ്മൾ എല്ലാവരും പോകണം. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു ആ ദിവസത്തിൽ പോകാൻ ഒരുപാട് അമലുകൾ ചെയ്യാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ കഅബയുടെ ആ ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ പരിശുദ്ധമായ ഖുർആനിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞൊരായത്തിന് ഇൻഷാ അല്ലാഹ് അത് മാത്രം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പോകാം. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക. പരിശുദ്ധമായ ഖുർആനിൽ പറയാ അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയിട്ട് പരിശുദ്ധമായ കഅബ ചെയ്തു അല്ലാഹു നിർമ്മിച്ചു. അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധമാക്കപ്പെട്ട കഅബ നിർമ്മിച്ചത്. ലല്ലദീ ബിബക്ക പരിശുദ്ധമായ മക്കയുടെ മറ്റൊരു പേരാണത് ബക്ക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് വിശദീകരണം വളരെ കുറച്ചിട്ട് പ്രധാനപ്പെട്ട ആശയത്തിലേക്കൊക്കെ സമയം കുറവാണ്. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് പിന്നെ അവിടത്തേക്ക് ഫുള്ള് ക്ലാസ് മക്കത്താണെങ്കിലും മദീനത്താണെങ്കിലും ഇവിടെ എത്തുന്നത് വരെ 15 ദിവസം എത്തുന്നത് വരെ ഫുള്ള് ക്ലാസ് ആയിരിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു പോവാൻ ഒരുപാട് അമലുകൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാൻ അല്ലാഹുവിനെ എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ മക്കയുടെ മറ്റൊരു പേരാണ് ബക്ക എന്നുള്ളത് അല്ലേ? ബക്ക എന്നുള്ളത് എന്തിനാണ് നമ്മൾ പരിശുദ്ധമായ മക്കയിൽ പോകുന്നത്? എന്തിനാ പോകുന്നത്? അവിടെയുള്ള ഓരോ സ്ഥലങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ആദ്യമായി നിർമ്മിച്ചതാണ് പരിശുദ്ധമായ കഅബ. ആ കഅബ കാണാൻ പോകുമ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് ഉണ്ടാവേണ്ടത് നമ്മുടെ ലക്ഷ്യം ക്ലിയർ ആയിരിക്കും. പോകുമ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ പുതിയ ആളായിട്ടാണ് തിരിച്ചു വരേണ്ടത്. നമ്മളിവിടെ പോകുമ്പോൾ നമ്മൾ തന്നെയായിരിക്കും. പക്ഷെ ഉംറയെല്ലാം കഴിഞ്ഞ് മക്കത്ത് പരിശുദ്ധമായ മക്കത്ത്
നിസ്കരിച്ച് ഒരുപാട് സുന്നത്തസ്കാരം നിസ്കരിച്ചിട്ട് മാവൈന തബരേ ക്ഷമ പോകുമ്പോൾ കൊണ്ടുപോകണം. അത് എത്താനാണ് നമ്മൾ പറയട്ടെ. അപ്പോൾ എടുത്താൽ മതി. പോകുമ്പോൾ 4 ലോഡ് നിർത്തിണ്ടായാൽ മതി. ക്ഷമ 4 ലോഡ് ക്ഷമ നല്ലോണം കൊണ്ടുപോകണം. അപ്പൊ എന്ത് ചെയ്യണം? എയർപോർട്ടിൽ നിന്ന് കഴിഞ്ഞ് ഇതാ എയർപോർട്ടിൽ മക്കളെത്തും മതിയത്തിലെത്തും നമ്മൾ കൊണ്ടുപോയ ലോഡ് തേങ്ങാതില്ല. അതൊക്കെ അവിടെ എത്തുന്ന പുസ്തകം 4 ലോഡ് ക്ഷമ കൊണ്ടാൻ വേണ്ടിയിട്ടാണ്. അത് ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ തട്ടി കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ നമ്മൾ വീടിന്റെ കലക്ഷൻ വഴി കല്ല് വണ്ടി കൊണ്ടുള്ള അതേ മാറി ചെയ്യണം. ആവശ്യമുള്ള സമയത്ത് പറയുമ്പോൾ അവിടെ തട്ടി കൊടുക്കുക, നമ്മൾ തട്ടി കൊടുക്കുക. അപ്പൊ നല്ല ക്ഷമ നമുക്ക് വേണം. എന്നാലുള്ള കാര്യങ്ങളൊക്കെ എന്താവുള്ളൂ, നടക്കുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നല്ല ക്ഷമ ഇരിക്കട്ടെ. അപ്പൊ നമ്മള് പറഞ്ഞു ബദർ മൗലിദ് നമ്മൾ എന്ത് ചെയ്യാം, മൗലിദ് പാസ്സാക്കുക. അതുപോലെ തന്നെ പോകുന്നതിന്റെ 2-3 ദിവസം മുമ്പ് ഇന്നലെ യാത്രയിൽ കൊടുക്കുന്ന കഴിയുന്ന ആൾക്കാരൊക്കെ മക്കളൊക്കെ കൂട്ടിയിട്ട് യാത്ര വണ്ടിയൊക്കെ എല്ലാ ദിവസവും വണ്ടിയാണ്. ഒരു 500 ഓർത്ത് ഇപ്പൊ അങ്ങനെ പോകുമ്പോൾ തന്നെ ഞാൻ 9 യാത്ര പാലക്കാട് യാത്ര അങ്ങനെ മലപ്പുറം പ്രധാനപ്പെട്ട യാത്ര അങ്ങനെ പോകും. പറഞ്ഞില്ല എവിടെ ചെയ്യാൻ കഴിയുന്ന ആൾക്കാരെ യാത്ര ചെയ്ത് വളരെ നല്ലതാണ്. ഇതിന്റെ ഫലം കൊടുക്കും. മനസ്സിലാക്കാം. പരിശുദ്ധമായ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും ചെയ്യട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ കൊണ്ടുപോകുന്ന ഡ്രസ്സുകൾ നമ്മൾ കൊടുക്കാനുണ്ടല്ലോ. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇനി ഇൻഷാ അല്ലാഹ് പറയാം. ഇനി നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാമാണ്, അതിന് വേണ്ടി എന്തെല്ലാം സാധനങ്ങളാണ് നമ്മൾ എന്താക്കേണ്ടേ, കൊണ്ടുപോകേണ്ടത് ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൂടി നമുക്ക് എന്ത് ചെയ്യാം, വേഗം പറയുന്നു കേട്ടോ. ഇൻഷാ അല്ലാഹ് എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുപോകാം. നമ്മൾ ഉപ്പമാരന്മാരൊക്കെ എന്ത് ചെയ്യാം, ഒരു 5 ജോഡി വസ്ത്രം അത് മതി. നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ എടുക്കാൻ താല്പര്യത്തോടെ ഒരു ജോഡി വസ്ത്രം, പുതിയൊരു ജോഡി വസ്ത്രം ചെയ്യാം മദീനത്ത് എന്ത് ചെയ്യാം ഇടാൻ വേണ്ടി നമ്മൾ ജുമാനിക്കാൻ വേണ്ടി പോകും. അപ്പൊ ഒരു കൂട്ടം നല്ല റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെടുന്നത് വെള്ള അല്ലേ, ആ നല്ലൊരു വെള്ള വസ്ത്രം തന്നെ ആയിക്കോട്ടെ. എന്ത് ചെയ്യാം, നല്ലൊരു വെള്ള വസ്ത്രം, ഒരു തൊപ്പി, നല്ലൊരു അക്തർ, നല്ലൊരു നല്ലൊരു തൊപ്പി. തല വറക്കാൻ എല്ലാവർക്കും തൊപ്പിയാണ്. തൊപ്പി ഇല്ലാത്തവർക്ക് ഞാൻ തൊപ്പി ഞാൻ വാങ്ങിച്ചിരുന്നു. അപ്പൊ നല്ലൊരു തൊപ്പി മദീനത്തിൽ കാണുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് തല മറക്കാൻ. റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണ്. ആ മദീനത്തിൽ തല മറക്കാതെ പോയാൽ ആരും ഇഷ്ടപ്പെടില്ല, നമ്മുടെ മുത്തിന് ഇഷ്ടപ്പെടില്ല. അപ്പൊ ചെയ്യാം നല്ലൊരു കൂട്ടം വസ്ത്രം, ഒരു കൂട്ടം വെള്ള വസ്ത്രങ്ങൾ പുതിയത് എന്ത് ചെയ്യാം മദീനത്തിൽ നിന്ന് ഇടാൻ വേണ്ടി മാറ്റി വെക്കുക. ഒരു അത്രവും ചെറിയ കുട്ടി അത്രവും അതിന്റെ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഗന്ധം, ഒരു സുഗന്ധം എന്ത് ചെയ്യാം, ഒന്ന് നമ്മൾ മദീനത്തിൽ നിന്ന് പോകുമ്പോൾ പള്ളിക്കുള്ളൊക്കെ എന്ത് ചെയ്യാം സുഗന്ധം ഉപയോഗിക്കും. പിന്നെ തല മറക്കാം, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം. പിന്നെ ഉമ്മമാരെന്ത് ചെയ്യാം, ഒരു കൂട്ടം നല്ലൊരു പർദ്ദ പുതിയൊരു കൂട്ടം പർദ്ദ എന്ത് ചെയ്യാം എവിടുന്നിടാന്, പരിശുദ്ധമായ മദീനത്ത് റസൂലുള്ളാഹിന്റെ റൗദയിൽ പോകുമ്പോൾ നമുക്ക് ഇടാൻ പുതിയൊരു കൂട്ടം വസ്ത്രം ചെയ്യാം മാറ്റി വെക്കാം. അപ്പൊ നമ്മൾ ചോദിക്കും, ഉസ്താദ് തിരുമ്പണ്ടേ? അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. തിരുമ്പണം പുതിയതാൾക്ക് തിരുമ്പേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ എന്ത് ചെയ്യാം, ഒരു കൂട്ടം പുതിയൊരു കൂട്ടം വസ്ത്രം പരിശുദ്ധമായ മദീനത്ത് നിന്നിടാൻ ചെയ്യാം ഒരു കൂട്ടം വസ്ത്രങ്ങൾ മാറ്റി വെക്കും. പിന്നെ ഉമ്മമാരെല്ലാവരും എന്ത് ചെയ്യാം, നമ്മളെ ഹിജാബ് ഉണ്ടാവും. ഹിജാബ് റസൂലുള്ളാഹിന്റെ മുഖം കാണിക്കുമ്പോൾ ആർക്കും ഇഷ്ടമല്ല, നമ്മുടെ മുഖ്യം ഇഷ്ടമല്ല. അപ്പൊ എല്ലാവരും കൂടി ഹിജാബ് എന്നല്ല പറയാം അല്ലേ, ഒരു ഹിജാബ് എല്ലാവരും വാങ്ങാം. പിന്നെ കയ്യോട് ചെയ്യാം. അതൊക്കെ ഇട്ടിട്ട് റസൂലുള്ളാഹിന്റെ പോകുമ്പോൾ റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ സൂർമ ഉണ്ടെങ്കിൽ സൂർമയൊക്കെ ഒന്ന് വാങ്ങിയിട്ട് ഉദാഹരണത്തിന് പോലല്ലോ റസൂലുള്ളാഹിന്റെ നല്ല ഭംഗി തന്നെ പോവാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഉമ്മാർക്ക് സുന്നത്താണ് കയ്യിലുള്ള കയ്യിൽ ചെയ്യാം മൈലാഞ്ചി എന്താണ് ആണുങ്ങൾ ഉമ്മാർക്ക് ചെയ്യാൻ കയ്യിലുള്ള ഇങ്ങനെ മൈലാഞ്ചിയുടെ സുന്നത്താണ്. ആ സുന്നത്ത് എടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അത്തറവാങ്ങിപ്പോഴും നല്ലതാണ്. ഇതൊക്കെ മദീനത്ത് നമുക്ക് എന്താക്കേണ്ടതാണ്, കൊണ്ടുപോകാം. മദീനത്ത് നമുക്ക് പുതിയൊരു വസ്ത്രം ഇട്ടിട്ട് വിശുദ്ധമായ വെള്ളിയാഴ്ച നമ്മൾ ജുമാക്ക് വേണ്ടിച്ചു പുതിയ വസ്ത്രം ഇട്ടിട്ട് റസൂലുള്ളാഹിന്റെ സ്ഥാനത്ത് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മള് പരിശുദ്ധമായ സാധാരണ ഇഹ്റാമിനെ പറ്റിയാണ് പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ, നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ 20 പോവാണെങ്കിൽ 20 വ്യാഴാഴ്ചയല്ലേ, അപ്പൊ ബുധനാഴ്ച ദിവസം എന്ത് ചെയ്യാം ശരീരത്തിൽ. അപ്പം എല്ലാവരോടും യാത്ര പറഞ്ഞു. പിന്നെ ഉമ്മ നടത്തിയിട്ടില്ല കേട്ടോ,
എന്നോട് വിഷയം സൂചിപ്പിച്ചെന്നുള്ളൂ. അപ്പൊ നമ്മൾ ബുധനാഴ്ച എന്ത് ചെയ്യാം, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മുഖ്യങ്ങളൊക്കെ ഫുള്ള് കളയാം, നഖമൊക്കെ കൊടുക്കുക. ഇനി വ്യാഴാഴ്ചയാണ് സുന്നത്ത്. അപ്പൊ ഇനി വ്യാഴാഴ്ച എന്ത് ചെയ്യാം, രാവിലെ സമയം ഉണ്ടെങ്കിൽ വേഗം ചെയ്യാം, ആ സുന്നത്ത് എടുക്കാൻ പറ്റുന്നത് ചെയ്യാം. ആ നഖങ്ങളൊക്കെ വ്യാഴാഴ്ച രാവിലെ തന്നെ എന്ത് ചെയ്യാം, സുഖസ്കരമായിട്ട് വേഗം നഖമൊക്കെ കൊടുക്കുക. ആണുങ്ങൾക്ക് ഉപ്പമാരൊക്കെ എന്ത് ചെയ്യാം, മുടിയൊക്കെ ഒന്ന് വെട്ടുക, താടിയൊക്കെ ഒന്ന് റസൂലുള്ളാഹിന്റെ പോകും, താടിയൊക്കെ ഒന്ന് ഉഷാറാക്കുക, ഒന്ന് ചെത്തി കുറിപ്പിച്ച് എന്ത് ചെയ്യാം, താടിയൊക്കെ ഒന്ന് ഉഷാറാക്കുക. അപ്പൊ നമ്മള് എന്ത് ചെയ്തു, ശരീരത്തിലുള്ള എല്ലാ ഉയരമൊക്കെ കളഞ്ഞു, നഖം വെട്ടി മുടിയൊക്കെ മുറിച്ചു, എല്ലാം ചെയ്തു. ഇല്ലേ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വ്യാഴാഴ്ച രാവിലെ, അതല്ലെങ്കിൽ ഉച്ചക്കായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാം അല്ലെ. അപ്പൊ ഒരു ഉച്ചയുടെ മുമ്പ് നമ്മൾ വണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ വെക്കരുത്, കാരണം ഇതിൽ വെച്ച് കഴിഞ്ഞാൽ തിന്നാൻ പറ്റില്ല. അപ്പൊ നമുക്ക് തിന്ന് ശീലമുള്ള ആൾക്കാരാകുമ്പോൾ നമുക്ക് തീരെ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ബഹുമാനപ്പെട്ട ബാഗ് ഇതിലെന്തെങ്കിലും ഫ്രൂട്ട്സോ മുന്തിരിയൊക്കെ ഉണ്ട്, ഒന്നായിട്ട് രണ്ടിനും മുന്തോ വെക്കണ്ട, രണ്ടെണ്ണം മൂന്നെണ്ണം എന്ത് ചെയ്യാം, ഈ ചെറിയ ബാഗില് വെക്കുക. ബദാം വണ്ടിപ്പരിപ്പ് എന്തുണ്ടെങ്കിലും ഇതിൽ വെക്കുക, ആപ്പിളൊക്കെ വെക്കുക. അത് വെക്കുമ്പോ ഇനികൂടി കുറച്ച് കരുതിയാൽ മതി. തിന്നാളത്തിൽ വെച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യാം, വൈകിട്ട് നമുക്ക് ഈ ബാഗ് നമ്മുടെ കയ്യിൽ തന്നെ നമുക്ക് തൂക്കി ഇതിൽ ടിക്കറ്റും പാസ്പോർട്ടും എന്ത് ചെയ്യാം, ഭദ്രമായിട്ട് ഇതിൽ തന്നെ വെക്കാം. അപ്പൊ നമ്മള് കത്രിക, ബ്ലേഡ് കാര്യങ്ങളൊന്നും ഇതിൽ വെക്കാം, ഒക്കെ ഇതിൽ വെക്കാം. അപ്പൊ 30 കിലോ നമുക്ക് ലഗേജ് ബുക്ക് കൊണ്ടുപോകാം. അത് നന്നായിട്ട് 30 കിലോ ഇവിടെ തന്നെ നിറച്ച് കൊണ്ടുപോകണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല, നമുക്ക് ഇവിടുന്ന് കുറെ കൊണ്ടുപോകാനാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന് പോകുമ്പോൾ കുറച്ച് സാധനം കൊണ്ടുപോവാ, തിരിച്ചു വരുമ്പോ കുറെ സാധനം അപ്പോ നമ്മൾ എവിടെ എത്തിയപ്പോൾ കരിപ്പൂർ എയർപോർട്ടിൽ എത്തിയില്ലേ, കരിപ്പൂർ എയർപോർട്ടിൽ എത്തി. അപ്പോൾ ക്ലാസ്സിലെ ആൾക്കാർക്ക് ഭക്ഷണം കാര്യങ്ങൾ തന്നു, എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യും. അവിടെ ഒരു 10 മിനിറ്റ് ക്ലാസ് ഉണ്ടാവും, നിസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെ. ചായ കുടിച്ച റായത്തായി. ഇപ്പൊ ക്ലാസ് ഒക്കെ കഴിയുള്ളൂ. അപ്പൊ 4:55 ഒരു 5:15 ക്ലാസ് കഴിയും. എല്ലാവരും ചായ കുടിക്കുക. അപ്പോ നമ്മള് കരിപ്പൂർ എയർപോർട്ടിൽ എത്തി അല്ലേ. എത്തിക്കഴിഞ്ഞാൽ ആൾക്കാരെല്ലാവരും ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, മഗ്‌രിബും ഇശാവും നമ്മൾ അവിടുന്ന് ജമ്മു കസറാക്കി പറയാൻ സമയത്ത് അവിടുന്ന് പറയാം. ഇപ്പൊ തന്നെ പറഞ്ഞപ്പോ മറന്നു പോകും. അപ്പൊ എന്ത് ചെയ്യാം, നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ലഗേജൊക്കെ റെഡിയാക്കി ചെറിയ ബാഗൊക്കെ വെച്ചു, എല്ലാം കഴിഞ്ഞിട്ടോ. അപ്പൊ കത്രിക, ബ്ലേഡും കാര്യങ്ങളൊന്നും ചെയ്ത് വെക്കാൻ പാടില്ല. പിന്നെ ചിലപ്പോ കരിപ്പൂർ എയർപോർട്ടിൽ കാര്യങ്ങളൊന്ന് പറയും, സാധനങ്ങൾ വെക്കുമെന്ന് പറയും. മനസ്സിലായോ? ചിലപ്പോ ഒരു പരിചയം ഉണ്ടാവില്ല. പരിചയം ആൾക്കാണെങ്കിൽ ഇതേ സാധനം വലുപ്പം ചോദിച്ചാൽ പറയാൻ വെക്കാൻ പറ്റില്ല തന്നെ പറയാം. കാരണം പല സൈസ് ആൾക്കാരൊക്കെ കൂടുതലും മൊത്തത്തിൽ അതിലെത്തായിരിക്കും, വേറെ ജയിലൊക്കെ എടുക്കാം. അപ്പൊ ഒരു സാധനം പിന്നെ ഒരു പരിചയമില്ലാത്ത ഒരാളെ സാധനം ഒന്നും ധരിക്കമാക്കിയിട്ട് നമ്മുടെ ബാഗിലോ ലഗേജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞു അല്ലേ. നമ്മള് എയർപോർട്ടിൽ നിന്ന് എന്ത് ചെയ്യും, എല്ലാവരും പറയും ഒരു സുന്ദരത്താണ് വണ്ടി എടുക്കാൻ വേണ്ടി പറയും, ബഹുമാനപ്പെട്ട വണ്ടി. അവിടെ ബഹുമാനപ്പെട്ടി ബാഗും ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊക്കെ നല്ല എന്താ അമിതകാലം ഉണ്ടാവും കേട്ടോ. നമ്മളൊന്നും നിങ്ങളുടെ ചെയ്യാം, ഞാൻ മുമ്പിൽ ഉണ്ടാവും, ഞാൻ പിന്നെ വരുന്നതിന്റെ ബാഗ് ഇങ്ങനെ വലിക്കുന്നത് ചെയ്യാം, ഇങ്ങനെ ഇതാവാൻ ചെയ്യാം. അപ്പൊ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ബോർഡിങ് ഉണ്ടാവും. ബോർഡിങ്ങിനോട് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ബാഗ്, ഈ ബാഗ് എന്ത് ചെയ്യും, അതിൽ വെക്കുക. പിന്നെ ഈ ബാഗ്, വലിയ ബാഗ് നമുക്ക് കിട്ടുന്നത് എവിടുന്നായിരിക്കും, ജിദ്ദ എയർപോർട്ടിൽ നിന്നായിരിക്കും ഈ വലിയ ബാഗ് കിട്ടുക. പിന്നെ ഈ ബാഗ് മാത്രമേ കയ്യിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ബാഗിൽ നമ്മൾ എന്ത് ചെയ്യാം, ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബാഗ് നമ്മളെ കയ്യിൽ ഉണ്ടാവുമല്ലോ, മറ്റുള്ള ബാഗ് കയ്യിൽ വെക്കും. അപ്പൊ ഈ ബാഗ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. നമ്മളെ മൊബൈലിൽ ശാന്തം കല്ലൊക്കെ തീരുണ്ടാവും. അപ്പൊ ഈ ബാഗ് ആ ബോർഡിങ്ങിന്റെ അതിലൊന്നും വെക്കരുത്, വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടൂല. അപ്പൊ നമുക്ക് കുടിക്കാനുള്ള മരുന്ന്, ചിലപ്പോ മരുന്ന് കുടിക്കുന്ന ആൾക്കാരുണ്ടാവും, ഒരു ദിവസം 2 ദിവസം. അപ്പം ഈ ഡോക്ടറെ കാണിക്കുന്ന സ്ഥിരമായിട്ട് മരുന്ന് കുടിക്കുന്ന ശ്വാസമുട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് എന്ത് ചെയ്യാം, ഓലെ പിന്നെ ചീട്ട് ഇന്ന രോഗിയാണ്, ഇന്ന അസുഖമാണെന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ നമുക്കത് സുഖം തരും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ ബില്ലിന് ആ ഡോക്ടറെ ചീട്ട് കാണിച്ചെടുത്താല് അതേ മരുന്ന് പോലെ തരും. നേരെ മറിച്ച് ഡോക്ടറെ ഇന്ന രോഗിയാണെങ്കിൽ അസുഖമുള്ള ഡോക്ടറെ ബില്ലില്ലാതെ പോയി കഴിഞ്ഞാൽ ഒരു പല കുത്തിവെപ്പും നടത്തും. അപ്പൊ നമ്മൾ പരീക്ഷിക്കും. അപ്പൊ ഏറ്റവും നല്ലതാണ്, എന്തെങ്കിലും മരുന്ന് കുടിക്കുന്ന രോഗികളായ ഉമ്മമാരെയും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറെ കാണിക്കാം. ഡോക്ടറോട് പറയാൻ 15 ദിവസത്തിന് മുമ്പ് പോവാണ്, അപ്പം ഇതിന്റെ അസുഖം
എഴുതി കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ് കാണിച്ചു കൊടുക്കാൻ. അതുപോലെ തന്നെ മരുന്ന് കുടിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ ഒരു 2 ദിവസത്തിനുള്ള മരുന്ന് ചെയ്യാം ഈ ചെറിയ ബാഗിൽ വെക്കാം. 2 ഫ്ലൈറ്റ് ആണ്, ചിലപ്പോൾ വേഗം അങ്ങോട്ട് കിട്ടാൻ നേരം കഴി കഴിഞ്ഞാൽ അങ്ങോട്ടോട് കഴി കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് രാത്രി കുടിക്കാനുള്ള മരുന്ന് മാത്രമേ വെച്ച് കഴിയുമ്പോൾ കിട്ടിയപ്പോൾ സ്ലിപ്പാവും. അപ്പൊ 2 or 3 ദിവസത്തിന് കുടിക്കാനുള്ള മരുന്ന് ഈ ചെറിയ ബാഗിൽ കൊടുക്കുക. ബാക്കിയുള്ള മരുന്ന് അപ്പൊ 15 ദിവസത്തിനുള്ള മരുന്ന് മാത്രം കണക്കാക്കണ്ട, ഒരു 18 ദിവസത്തിനുള്ള മരുന്ന് എന്ത് ചെയ്യാം. യാത്ര എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ പറ്റുന്ന പഠിച്ചതിന്റെ പ്രകാരം 18 ദിവസത്തിനുള്ള മരുന്ന് വാങ്ങാം. 15 ദിവസത്തിനുള്ള മരുന്ന് ഡോക്ടറെ ബില്ലോട് കൂടെ എന്ത് ചെയ്യാം ആ വലിയ ബാഗിൽ വെക്കുക. 3 ദിവസത്തിന് കുടിക്കാനുള്ള മരുന്ന് ചെയ്യാം ഒരു മുൻകരുതലാണ്. നമ്മൾ അത് ചെയ്യാം ഈ ചെറിയ ബാഗിൽ വെക്കുക. ഈ ചില ഉമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന പീരീഡ്സും ഇതൊക്കെ ആയ ഡേറ്റ് ഒക്കെ ആയ ഉമ്മമാർക്ക് എന്ത് ചെയ്യാം ഡോക്ടറെ കണ്ടിട്ട് എന്ത് ചെയ്യാം മരുന്ന് കുടിക്കുക. ചിലപ്പോൾ മക്കൾക്ക് മരുന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി നമുക്ക് അമലൊക്കെ ചെയ്യേണ്ടതായിരിക്കില്ല. അപ്പൊ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറെ കണ്ടിട്ട് അതിന്റെ എന്താണ് അവർ പറയുന്നത് ആരോഗ്യത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാം ഡോക്ടറെ കണ്ടിട്ടുള്ള പരിഹാരം എന്ത് ചെയ്യാം. പോകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്യാം മുമ്പ് എന്ത് ചെയ്യാം ഡോക്ടറെ കണ്ട് പറയാം. നിങ്ങളുടെ ഡേറ്റിനൊക്കെ എല്ലാവരും ഉള്ളൂ. അപ്പൊ അതൊക്കെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഒക്കെ റെഡിയാക്കി വെക്കാം. അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ് കോടിക്കലം കഴിഞ്ഞ് നമ്മളെ വലിയ ബാഗ് പോകും. ഇത് പോകും നമ്മളെ ലഗേജ് പോകും. പിന്നെ ലഗേജ് ഇത് കിട്ടുള്ളൂ. പിന്നെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഫാസ്റ്റ് നമ്മളെ ഇമിഗ്രേഷൻ ഉണ്ടാവും. അപ്പൊ അവിടുന്ന് എന്ത് ചെയ്യാം ഇങ്ങനെ കാട്ടാൻ പാരി ഇങ്ങനെ കാട്ടാൻ പാരി കണ്ണാട്ടാൻ പാരി കണ്ണടക്കാൻ പാരി. അപ്പൊ എന്ത് ചെയ്യാം പലപോലെ എന്ത് ചെയ്യാം ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് മകളിപ്പോ വിശാഖ നിസ്കരിച്ച് ഭക്ഷണം കഴിച്ചിട്ട് വേഗം പ്ലേറ്റിലേക്ക് പോയി അല്ലേ. ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത് നേരെ മദീനത്തേക്ക് എത്തി അല്ലേ. ജിദ്ദിലെത്തി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്. ജിദ്ദിലെത്തിക്കഴിഞ്ഞാൽ നേരെ പുറത്തുള്ള മണ്ഡലമല്ല. ജിദ്ദിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോയ ബാഗ് നിങ്ങളോട് പറയുന്ന സ്ഥലത്ത് വരുമ്പോ പറയും അവിടെയും എമിഗ്രേഷൻ ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഒരുമിച്ച് പോകുന്നു ഒരുമിച്ച് വരുന്നു. അപ്പൊ എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മള് അവിടെ ഇങ്ങനെ കാരണുണ്ടാവും. അവിടെ എന്റെ എക്സസൈസ് തിരിച്ച അതിലെന്ത് ചെയ്യാം അവിടെ പോയി നിൽക്കുക. നമ്മളെ ബാഗ് ഇങ്ങനെ അതിലെല്ലാവരും സമ്പർക്കം എന്താണല്ലോ ഈ ബാഗാണല്ലോ സ്റ്റിക്കറും കവറും ഒക്കെ എയർപോർട്ടിൽ ചെയ്തു നമ്മൾ ഫോട്ടോ വെച്ചിട്ടുള്ള. അപ്പൊ നമ്മളെ ബാഗ് നമ്മളെ ഫോട്ടോ കണ്ട അഡ്രസ് പേരുകൾ ഉണ്ടാവും. ആ കണ്ടാറിന്റെ ബാഗ് എന്ത് ചെയ്യാം നമ്മളെ ബാഗ് നമ്മളെ നിൽക്കുക. അടുത്ത ആളും വരില്ല. നമ്മളെ വേഗം ചെയ്യാം ഫസ്റ്റ് പോയിട്ട് ഒരു ഉദാഹരണം വണ്ടി എടുക്കുക മനസ്സിലായോ. അത് എടുത്തിട്ട് നമ്മളെ ബാഗ് എന്ത് ചെയ്യാം നമ്മൾ എടുത്തിട്ട് നേരെ നമ്മളെ വണ്ടിക്ക് വെക്കുന്നു. എല്ലാവരും ബാഗും ആയിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് എന്ത് ചെയ്യുന്നു ജിദ്ദ എയർപോർട്ടിന്റെ പുറംഭാഗത്ത് പോകും. പോയിട്ട് നമ്മളെ ബസ് അവിടെ ഉണ്ടാവും. നമ്മൾ ബസ്സിൽ നേരെ മദീനത്തേക്കാണ് പോവാം. പിന്നെ അവിടെ 8-8.5 മണിക്കൂർ യാത്ര നമുക്കുണ്ട്. മദീനത്തിൽ നിന്ന് നമുക്ക് അത്ര യാത്ര നമുക്ക് മക്കത്തും മദീനത്തേക്ക് പോകാനാണ് ഇവിടുന്ന് ജിദ്ദയിൽ. അപ്പൊ ഇൻഷാല്ലാ സുബഹിയുടെ മുമ്പൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മള് മദീനത്തിൽ നമ്മൾ ഇൻഷാല്ലാ നിർത്തും. നേരെ റൂമിലേക്ക് പോകും. റൂമിലേക്ക് പോയിട്ട് നമ്മളെല്ലാവർക്കും പോകാൻ കാണിച്ചിട്ട് എന്ത് ചെയ്യും നേരെ മദീനയിലേക്ക് നോക്കും ഇൻഷാല്ലാ. അപ്പൊ നമ്മൾ മദീനത്ത് 3 ദിവസത്തെ താമസിച്ചിട്ട് നേരെ മക്കത്തേക്കാണ് വരിക. മക്കത്തേക്ക് വരുന്ന മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എന്ത് ചെയ്യും ദുൽഹുലൈഫ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഉംറക്ക് ഇഹ്റാം ചെയ്യണം. എന്താ ചെയ്യണത് ദുൽഹുലൈഫ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഉംറക്ക് ഇഹ്റാം ചെയ്യണം. അപ്പൊ മദീനത്തിലെത്തി ബാക്കിയുള്ള കാര്യങ്ങൾ മദീനത്ത് പറയരുത്. നമ്മൾ വേഗം ചുരുക്കി പറഞ്ഞു പോവാണ്. മദീനത്ത് 3 ദിവസം താമസിച്ചിട്ട് നേരെ എന്ത് ചെയ്യും മക്കയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മക്കത്തെത്തുന്നതിന് മുമ്പായിട്ട് ദുൽഹുലൈഫ മീഖാത്ത് ഹജ്ജിന്റെ മീഖാത്താണ്. അവിടെ പോയി മുമ്പ് ഇഹ്റാം ചെയ്യും. അപ്പൊ ആണുങ്ങൾക്ക് എന്ത് ചെയ്യും ഇഹ്റാമിന്റെ വസ്ത്രങ്ങൾ എല്ലാവരോടും പറയും ഇഹ്റാമിന്റെ വസ്ത്രം മാറാൻ വേണ്ടി പറയും. ആണൊക്കെ മാറും. അപ്പൊ ഇഹ്റാമിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഉംറക്ക് എത്ര പറഞ്ഞുകൾ എത്ര 5 പറഞ്ഞുകൾ. ഒന്ന് ഇഹ്റാം ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഇഹ്റാം ചെയ്തത് ദുൽഹുലൈഫ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്. അപ്പൊ ഇഹ്റാം ചെയ്യുമ്പോൾ ആണുങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ ഉമ്മമാര് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ മൊത്തം 10 കാര്യങ്ങൾ. ഇഹ്റാമിൽ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ. എത്ര 10 കാര്യങ്ങൾ. ഈ 10 കാര്യങ്ങൾ ആര് ശ്രദ്ധിക്കണം നമ്മൾ ഇഹ്റാമിൽ ചെയ്ത ആൾക്കാർ ശ്രദ്ധിക്കണം. അപ്പൊ ദുൽഹുലൈഫ എന്ന വർഷത്തിന് പിന്നെ മതിയും ഇവിടെ എല്ലാവരോടും പറയും വസ്ത്രം ആണുങ്ങൾക്ക് വസ്ത്രം മാറാൻ വേണ്ടി പറയും. ഇഹ്റാമിന്റെ വസ്ത്രം കിട്ടും. ഇനി ഉപ്പമാരെ ശ്രദ്ധിക്കേണ്ട 2 കാര്യം തല മറക്കാൻ പാടില്ല. ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ തല മറക്കാൻ പാടില്ല. എല്ലാവർക്കും തല മറച്ച് പരിചയമുള്ള ആൾക്കാരാണ്.
അപ്പൊ ഇത് പെട്ടെന്ന് തല മറക്കാതെ നമുക്ക് സങ്കടം ഉണ്ടാവും. അപ്പൊ ഇഹ്റാമിലാണ് ഉപ്പമാരും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആളുകൾ എന്താക്കാൻ പാടില്ല, തല മറക്കാൻ പാടില്ല. രണ്ടാമത് ആളുകൾ ഉപ്പമാർ ശ്രദ്ധിക്കേണ്ട കാര്യം, ചുറ്റി തുന്നപ്പെട്ട ഒന്നും ധരിക്കാൻ പാടില്ല. ബനിയൻ ധരിക്കാൻ പറ്റില്ല, ഷർട്ട് ധരിക്കാൻ പറ്റില്ല, ട്രൗസർ പാന്റ് ഒന്നും ധരിക്കാൻ, ഒക്കെ മടക്കിയിട്ട് എന്ത് ചെയ്യാം, നേരെ നമ്മളെ വേഗത്തിൽ വെക്കുക. എല്ലാം അപ്പം ഒന്നും പറ്റില്ല, ബനിയനും ട്രൗസറും ഇതൊന്നും പറ്റില്ല. ഒക്കെ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുന്നു. അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബെൽറ്റ്, ഉംറ ബെൽറ്റ് ഉണ്ട്, എല്ലാവരും വാങ്ങിയില്ലേ? വാങ്ങിയില്ലേ? വാങ്ങാത്തവരൊന്നും വാങ്ങിയില്ലേ, എനിക്ക് ബേജാറാവും. അപ്പൊ എല്ലാവരും ചെയ്യാം, ഉംറന്റെ ബെൽറ്റ് 100 രൂപ, 80 രൂപ, 70 രൂപ ബെൽറ്റ്, ആ ബെൽറ്റ് ഒക്കെ വാങ്ങി നമ്മൾ എന്ത് ചെയ്യും, ഇഹ്റാമിൽ ഉപ്പമായി ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ, തല മറക്കാൻ പാടില്ല, ചുറ്റി തുന്നപ്പെട്ടൊന്നും ധരിക്കാൻ പറ്റില്ല, പിന്നെ ഇഹ്റാമിൽ ഷൂസ് ധരിക്കാൻ പറ്റില്ല. അപ്പം കാല് അവിടെ വെളിവാകൂല, അവിടെ മാറി. അപ്പം കാല്, ഈ കാലിന്റെ വിരലുകള് വെളിവാകുന്ന രീതിയിലുള്ള ചെരുപ്പാവണം. കാല് മറയുന്ന രീതിയിലുള്ള ചെരുപ്പോ ഷൂസ് ഒന്നും പറ്റൂല. അപ്പം കവറിങ്ങും ഷൂസ് ഒന്നും ഇഹ്റാമിൽ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യാം, ആബായി ചെരുപ്പ് ഒരു 2 ജോഡിയോ ഒരു ജോഡി ആബായി ചെരുപ്പ് എന്ത് ചെയ്യുമ്പോൾ വാങ്ങിക്കുമ്പോൾ ബാങ്കിൽ വെക്കാം. അറബിലാത്ത അങ്ങനെ അങ്ങോട്ടും മിസ്സായി പോകും. അപ്പൊ ഒന്ന് പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യാം, പോകുന്നില്ല. അപ്പൊ 2 കൂട്ടോ എന്ത് ചെയ്യാം, ഒരു ആബായി ചെരുപ്പ് വീട്ടിൽ അല്ലെങ്കിൽ ഏത് കമ്പനിയാണെങ്കിലും എന്ത് ചെയ്യാം, വാങ്ങിക്കാതെ വെച്ചിട്ട് വളരെ ഉപകാരമാവും. ഇല്ലെങ്കിൽ ഇവിടത്തേക്കാട്ട് ഡബിൾ പൈസ നമ്മുടെ മക്കൾക്ക് മതി. ഇവിടെ നമുക്ക് 100 അവിടെ 100 കൂടി വരും. അപ്പൊ കാര്യം ശ്രദ്ധിക്കാം. അപ്പം ഇഹ്റാമിൽ ഉപ്പമാർ ശ്രദ്ധിക്കേണ്ട 2 കാര്യം പറഞ്ഞു അല്ലേ? ഇനി ഉമ്മമാര് ഇഹ്റാമിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും കുറുക്കി ചട്ടക്കെട്ടിൽ പോയപ്പോ പിന്നെ അത് ഒഴിവാക്കാൻ ഭയങ്കര പ്രയാസം തോന്നും അല്ലേ? അപ്പൊ ഉമ്മമാര് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളോട് പറയും, പള്ളിയിൽ പോയിട്ട് എല്ലാവരും ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുമ്പോൾ ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരങ്ങളോട് പറയും, എല്ലാവരും ഇഹ്റാമിന്റെ നിസ്കാരം നിസ്കരിച്ചു വരുന്നതാണ്. നമ്മൾ പോയിട്ട് ഒരു നിസ്കാരം നിസ്കരിച്ചു അല്ലേ, ഒരു പുളി വിളിച്ചു. എന്താ പുള്ളിന്റെ പേര്? ഇഹ്റാമിന്റെ സുന്നത്തായ പുളിയെ, ഇത് ഇഹ്റാമിന്റെ സുന്നത്തായ പുളിയല്ല കേട്ടോ. ഇത് ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നു. ഫാത്തിഹ സൂറത്ത് ഓതുന്നു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ നമ്മൾ ഓതുന്നു. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതുന്നു, ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്ത് ഓതുന്നു അല്ലേ? നേരെ നിങ്ങൾ എല്ലാവരും വരാൻ വേണ്ടി പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പറയും, ഇഹ്റാമിൽ നിയത്ത് നവൈതുൽ ഉംറത വഹറംതു ബിഹാ ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ ഉംറയെ കരുതി അതിന്റെ ഇഹ്റാം നിർവഹിക്കുകയും ചെയ്തു എന്ന നിയത്തൊക്കെ വെച്ചു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. പിന്നെ മക്കത്തെത്തുന്ന വരെ ഈ തക്ബീർ ഇങ്ങനെ ചൊല്ലലാണ്. ഇത് ശരിയാ. പിന്നെ അതുപോലെ തന്നെ ഇബ്രാഹിമിന്റെ സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിക്കുക. അതുപോലെ തന്നെ സ്വർഗ്ഗം അല്ലാഹുവിനോട് ചോദിക്കുക, നരകം അല്ലാഹുവിനോട് എന്ത് ചെയ്യാം, പടച്ചോനെ നരകത്തിന് തൊട്ട് റബ്ബേ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മള് ഇഹ്റാമിൽ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ ഇപ്പൊ തന്നെ പറഞ്ഞു. കഅബ ആദ്യമായി കാണുമ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാലും അല്ലാഹു അതിന് ഉത്തരം തരും. എന്ത് ചോദിച്ചാലും തരും. കാരണം ഫസ്റ്റ് കാണല്ലേ. അപ്പൊ നിങ്ങൾ എന്താ ചോദിക്കണം? ആ പരിശുദ്ധമായ കഅബയാണ് നേരിട്ട് കാണണം. അപ്പൊ നമ്മൾ ഹൃദയം പൊട്ടണം. പൊട്ടല്ലേ? അവിടെ പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ പൊട്ടാതെ. അപ്പൊ ആ പരിശുദ്ധമായ കഅബ കാണുമ്പോ ഞാൻ പറഞ്ഞു, എന്ത് ചോദിച്ചാലും അത് തരും, അല്ലാഹു തരും. അപ്പൊ നിങ്ങൾ എന്താ ചോദിക്കാം? ഈമാൻ കിട്ടണം. നമ്മൾ എല്ലാവരും പറയും, എല്ലാവരും ഒറ്റക്കല്ലല്ലോ. ആക്കിമത്തൊന്നാണ്. പിന്നെ എന്റെ മകൻ പെണ്ണൊന്നും ശരിയായിട്ടില്ല, പഠിച്ചോനെ എന്റെ കുട്ടിക്ക് അതിനെ പെണ്ണ് കൊടുക്കില്ലേ, അല്ലെങ്കിൽ കാര്യം കൂടിയൊന്നും ആയിട്ടില്ല, അപ്പൊ വാടകക്കാണ്, പഠിച്ചോൻ അത് ഹൈറായ വീട് കൊണ്ടല്ലേ. നിങ്ങൾ പറയുന്നത് പറയുന്നത് ഒന്നല്ല പ്രാർത്ഥിച്ചേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. പഠിച്ചൂലേ? ഇതും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അതേ വേണ്ടി 2 കാര്യങ്ങൾ എന്ത് ചെയ്യണം,
ഇന്ന് ശരിക്കും നിങ്ങൾ പഠിക്കണം. ബുക്ക് തരാം, ആ ബുക്ക് ശരിക്കും വായിക്കണം. എന്തെങ്കിലും സംശയങ്ങൾ എന്ത് ചെയ്യാം എല്ലാം ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ പഠിക്കുക, തൽബിയത്ത് പഠിക്കുക. അതുപോലെ തന്നെ റബ്ബന ആതിന, ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചാൽ റബ്ബന സമയം ചുരുക്കി പറയണം. അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും റബ്ബേ ഞങ്ങൾക്ക് നന്മകൾ നീ ഉണ്ടാക്കണം അല്ലാഹ്, വർദ്ധിപ്പിച്ചു തരണം അല്ലാഹ്. അപ്പൊ ദുനിയാവും കിട്ടി ആഖിറം കിട്ടി. ദുനിയാവ് മാത്രം പോരാ, ദുനിയാവിനോട് കൂടെ നമുക്ക് എന്ത് വേണം? ആഖിറം വേണം. അപ്പൊ നമ്മൾ ആഖിറത്തുമായിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്, മക്കത്തുക്കും മദീനത്തുക്കും പോവാണ്. നമ്മൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവല്ല, നമ്മുടെ മക്കളെ പേരക്കുട്ടികളൊന്നും കാണാൻ വേണ്ടി പോവല്ല, പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവല്ല, റസൂലുള്ളാഹിന്റെ ഹറത്തിലേക്ക് പോവാണ്, പരിശുദ്ധമായ മക്ക കാണാൻ വേണ്ടി പോവാണ്. ആ ഒരു ലക്ഷ്യത്തോടുകൂടെ എല്ലാവരും നല്ല നിയത്ത് വെച്ചിട്ട് എല്ലാവരും വിരുദ്ധ തോപ്പിക്കട്ടെ. അപ്പൊ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് റബ്ബനാ ആതിന ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പിന്നെ രണ്ടാമത് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താണെന്നോ, പടച്ചോനെ ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്ന എന്റെ എല്ലാ പ്രാർത്ഥനയും നീ സ്വീകരിക്കണം കേട്ടോ. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹ് നീ ഉത്തരം നൽകണം കേട്ടോ. പിന്നെ പക്ഷം കൊടുക്കി അല്ലേ, മഹാനായ റബിയ റളിയല്ലാഹു അൻഹു ചോദിച്ച പോലെ, റബിയ റളിയല്ലാഹു അൻഹു ഒരുപാട് സ്നേഹിച്ച ആളായിരുന്നു അല്ലേ, അല്ലാഹു ഒരുപാട് സ്നേഹിച്ചു. ആ സമയത്ത് അല്ലാഹു ഭയങ്കര ഇഷ്ടമായി. റബിയ റളിയല്ലാഹു അൻഹു ആഗ്രഹം ചെയ്തു. ആ സമയത്ത് റബിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹു റസൂൽ പറഞ്ഞു, റബിയ നീ എന്ത് ചോദിച്ചാലേ എനിക്ക് തരാമെന്ന്. അല്ലാഹു റസൂൽ റബിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ എനിക്കൊന്നും വേണ്ട, എനിക്ക് താമസിക്കാൻ വീടില്ല, സ്വന്തമായിട്ട് കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് ദിവസമായി, വസ്ത്രം ധരിച്ച് നല്ലൊരു ഭക്ഷണം ഒരു വസ്ത്രം ധരിക്കാൻ എനിക്കൊരു ജോഡി വസ്ത്രം ഒന്നുമില്ല നബിയെ, പക്ഷെ എനിക്കൊന്നും വേണ്ട, എനിക്ക് സ്വർഗത്തില് അങ്ങയോടുകൂടെ ഒപ്പം എനിക്ക് കിടക്കണം നബിയെ. അപ്പൊ പറഞ്ഞു, ചോദിക്കാറുണ്ട്, അതെന്നെ ചോദിക്കണം നബിക്ക് ഒന്നും ഇതെന്നെ മതി എന്ന് പറഞ്ഞു. അല്ലാഹു റസൂൽ പറഞ്ഞു, ഒരുപാട് നിസ്കാരങ്ങൾ ഒരുപാട് സുജൂദുകൾ നീ എന്താക്കണം റബിയ, അധികരിപ്പിക്കണം റബിയ. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് രണ്ടാമത് ഞങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അല്ലാഹ് ഉത്തരം നൽകണം അല്ലാഹ്, ഇവിടെ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനക്കും നീ എന്ത് ചെയ്യണം? ഉത്തരം നൽകണം അല്ലാഹ്. പിന്നെ നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചോളൂ, പിന്നെ എന്ത് പ്രാർത്ഥിച്ചാലും അല്ലാഹു നിങ്ങൾക്ക് എന്താക്കി തരും, അത് സാധിപ്പിച്ചു തരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നത്തെ കാലത്ത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് പറയും, എല്ലാവരും ശുക്രിന്റെ സുജൂദ് ചെയ്തിട്ടുള്ളത്. നമുക്ക് പരിശുദ്ധമായ മക്കൾ കാണാൻ അല്ലാഹു വലിയൊരു അവസരം തന്നു. അപ്പൊ നമ്മൾ അല്ലാഹു നന്ദി ചെയ്യണം. ആരാണോ എന്നോട് നന്ദി കാണിക്കുന്നത് ഒരുപാട് നിഅമത്ത് അല്ലാഹു ഏറ്റി കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യാ, അല്ലാഹു നന്ദി കാണിക്കാം. അപ്പൊ എന്ത് ചെയ്യാം, എല്ലാവരോടും ഭയങ്കര ദൈവം ശുക്രിന്റെ സുജൂദ് ചെയ്യാം. ശുക്രിന്റെ സുജൂദിൽ നേരെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നു, നേരെ നിയത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ശുക്രിന്റെ സുജൂദ് ചെയ്യുന്നു. തക്ബീറത്തുൽ ഇഹ്റാം നേരെ സുജൂദിലേക്ക് പോകുന്നു. സുജൂദിലേക്ക് പോയിട്ട് സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി, നമുക്ക് പെട്ടെന്ന് ആയത്തിന്റെ പ്രയാസമായിട്ടാണ് സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി സുജൂദ് ചെയ്ത ആ ഒരു ഇതല്ലോ, ആ തസ്ബീഹ് അതിനെ 3 പ്രാവശ്യം ചൊല്ലിയിട്ട് ഒറ്റ സുജൂദ് ഇടുന്നു. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നു, ഒറ്റ സുജൂദിലേക്ക് പോയിട്ട് നേരെ സുജൂദിന് ഒരു സുജൂദ് സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി 3 പ്രാവശ്യം ചൊല്ലിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സലാം കൊടുക്കുന്നു. നേരെ നമ്മളെല്ലാവരും നേരെ രണ്ടാമത് നമ്മളെ ബാഗും ഷോളും മഫ്തൊക്കെ കിട്ടിട്ടോ. മഫ്ത ഒരു നീല മഫ്താണ് കേട്ടോ. അപ്പം നമ്മൾ കാണിച്ചു തരണ്ട് നിങ്ങൾക്ക്. അമ്മ ഏതാണ് വണ്ടി? ആ കാക്കാൻ്റെ വണ്ടി ഇതാണേ, ഇതന്നെയാണേ, ഇതന്നെയാണ് നമ്മൾ പോകുന്ന വണ്ടി കേട്ടോ.